നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വന്ന അപൂർവ ദിവസങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇന്ന് മഹാലക്ഷ്മി ജയന്തി ദിനമായി ആഘോഷിക്കുന്നുണ്ട്. ഭാഗവത പുരാണം അനുസരിച്ച് അസുരന്മാരും ദേവന്മാരും ക്ഷീരസാഗരമെന്ന ക്ഷീരസമുദ്രം കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ലക്ഷ്മി ദേവി ഉയർന്നു വന്നു അമൃത്യതയുടെ അമൃത് നേടുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ ഇതിഹാസ സംഭവത്തിൽ 14 നിധികൾ ലഭിക്കുകയുണ്ടായി. ഇതിൽ ലക്ഷ്മി ദേവി മൂന്നാമതായും അവസാനത്തായും ഉയർന്നു വന്ന പ്രത്യക്ഷപ്പെട്ട ദേവിയാണ്. പുണ്യഗ്രന്ഥങ്ങൾ ലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും മൂർത്തിഭാവമായി ആരാധിക്കുന്നു. പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ക്ഷീരസമുദ്രം ഇളകുമ്പോൾ ക്ഷീരസാഗരത്തിൽ നിന്ന് ലക്ഷ്മി ദേവി ഉയർന്നു വന്ന ദിവസത്തെ നാം മഹാലക്ഷ്മി ജയന്തിയായി ആഘോഷിക്കുന്നു. ഭക്തർക്ക് സൗഭാഗ്യം നൽകുകയും എല്ലാത്തരം ദൗർലഭ്യങ്ങളും ദാരിദ്ര്യവും ഇല്ലാതാക്കുകയും ചെയ്യുന്ന മഹാലക്ഷ്മി ജയന്തിയിൽ നാം ചെയ്യുന്ന പൂജകളും വഴിപാടുകളും പരിഹാരങ്ങൾക്കും ഒക്കെ അതീവ ഗുണകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്ന പരിഹാരങ്ങളും അതിശക്തിയാർന്ന മഹാലക്ഷ്മിയുടെ നാമവും ഒക്കെ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്ന. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുകയും അതിനോടൊപ്പം തന്നെ കുടുംബൈശ്വര്യവും ഭാഗ്യവും ഒക്കെ നിങ്ങളെ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാക്കുന്നതുമാണ്. ഇതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു തക്കോലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ മസാലക്കൂട്ടിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന സ്റ്റാർ അനീസ് എന്ന് പറയുന്ന അതാണ് തക്കോലം. അത് നമ്മൾ കുറച്ചെടുത്ത് പൊടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കർപ്പൂരവും കൂടെ ചേർത്ത് ഒരു ഏലക്കയും കൂടെ വെച്ച് ഒരു കിണ്ണത്തിൽ വെച്ചിട്ട് ഇത് നമ്മുടെ പൂജാമുറിയിൽ ഇന്ന് രാത്രി മൊത്തം സൂക്ഷിക്കണം. അതിനുശേഷം അത് എടുത്ത് നാളെ രാവിലെ നമുക്കത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം മഹാലക്ഷ്മി കടാക്ഷമുള്ള വസ്തുക്കളാണ്. അപ്പോൾ നമ്മളുടെ നാമജപം കൂടി ആകുമ്പോൾ അതിന് ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു സങ്കടമായിരിക്കും സ്വർണം അവരുടെ കയ്യിൽ നിൽക്കുന്നതേ ഇല്ല എന്ന്. ഒന്നുകിൽ സ്വർണം വാങ്ങാനുള്ള യോഗം ഉണ്ടാവും. കഴിയാത്തവർക്കും ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടായി അതിനുള്ളൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി തരുന്നതുമാണ്. ഇതിനായിട്ട് വേണ്ടത് വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയുടെ ഇല പറിച്ച് ഒരെണ്ണം എടുക്കുക. അതിൻ്റെ ഞെട്ട് പറിച്ച് കളഞ്ഞതിനു ശേഷം കഴുകി വൃത്തിയാക്കി ഒരു തട്ടത്തിൽ വെക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇലയുടെ മുകളിലായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 4-5 ഉലുവ ഇടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് രാമച്ചം ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അത് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഇല ഇന്ന് രാത്രി മൊത്തം നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം നാളെ രാവിലെ കുളിച്ചതിനു ശേഷം ഇല കാൽപ്പെടാത്ത സ്ഥലത്ത് കളയുകയും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ മേശയിൽ സൂക്ഷിക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ ഇത് വെള്ളിയാഴ്ചകളിൽ ശുക്രഹോര സമയത്ത് ചെയ്യേണ്ടതാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ഈ നാമം കൂടി ഒരു 108 തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകലവിധ സാമ്പത്തിക പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുടുംബൈശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ഈ നാമമാണ് ജപിക്കേണ്ടത്. ഓം ഐം മഹാലക്ഷ്മി നമഃ. ഇത് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ജപിച്ചു നോക്കൂ. അതിന് 100% ഫലം ലഭിക്കുന്നതാണ്. എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു.